السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين. أما بعد، اللهم لا علم لنا إلا ما علمتنا، اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم اجعل أعمالنا كلها صالحة واجعلها لوجهك خالصة ولا تجعل منها لأحد شيئا. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, മഹാനായ ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ അൽ കബായിർ എന്ന കിതാബാണ് നമ്മൾ പഠിച്ചു വരുന്നത്. അഥവാ ഹൃദയം കൊണ്ടുള്ള വൻപാപങ്ങൾ, അതിൻ്റെ ഇനങ്ങളാണ് കഴിഞ്ഞ 8 അധ്യായങ്ങളിലായി നമ്മൾ മനസ്സിലാക്കി വന്നത്. 9ാമത്തെ അധ്യായമായി അദ്ദേഹം പറഞ്ഞു, ബാബുൻ ദിക്റു ഇറാദത്തിൽ ഉലൂവി വൽ ഫസാദ്, ഔന്നത്യം അതുപോലെ കുഴപ്പമുണ്ടാക്കുക എന്നിവയുമായി ബന്ധപ്പെട്ട പ്രമാണങ്ങൾ വിശദീകരിക്കുന്ന അധ്യായം. അൽ ഇറാദ എന്ന് പറഞ്ഞാൽ ഉദ്ദേശം എന്നാണ് അതിൻ്റെ അർത്ഥം. അൽ ഉലൂ ഔന്നത്യം, അഥവാ മറ്റുള്ളവരുടെ മുകളിലാണ് ഞാൻ എന്ന ചിന്ത ഉണ്ടാവുക. അൽ ഫസാദ് എന്ന് പറഞ്ഞാൽ കുഴപ്പമുണ്ടാക്കുക, ഇതാണ് അതിൻ്റെ ഭാഷാർത്ഥം. ഇറാദത്ത് ഉദ്ദേശിക്കുക, ചിന്തിക്കുക, ആഗ്രഹിക്കുക എന്നത് ഹൃദയം കൊണ്ടുണ്ടാകുന്ന പ്രവർത്തനമാണ്. ഷെയ്ഖ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഉലൂവും ഫസാദും ഇത് രണ്ടും വൻപാപങ്ങളിൽപ്പെട്ട പാപങ്ങളാണ്. അള്ളാഹുവിൻ്റെ അടിമകളുടെ മേൽ ഉലൂവ് കാണിക്കുക, ഔന്നത്യം കാണിക്കുക, അഹങ്കാരം കൊണ്ട്, താൻ പോരിമ കൊണ്ട്, അതുപോലെ സത്യത്തെ നിരാകരിക്കൽ കൊണ്ട്, ഇങ്ങനെ ഉലൂവ് കാണിക്കുക എന്നത് വൻപാപമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് മുന്നേ നമ്മൾ കേട്ടിരുന്നു. അൽ കിബ്റു, കിബ്ർ എന്നാൽ, അഹങ്കാരമെന്നാൽ ബതറുൽ ഹഖ്, ഹക്കിനെ, സത്യത്തെ നിരാകരിക്കലാണ്. ഒരാൾ സത്യവുമായി വന്നു, ഇതാണ് ഹക്ക് എന്ന് പറഞ്ഞു, എന്നാൽ അതിനെ നിരാകരിച്ചു, എനിക്ക് സ്വീകരിക്കാൻ സൗകര്യമില്ല എന്നു പറഞ്ഞ് തള്ളിക്കളയൽ കിബ്റാണ്, അഹങ്കാരമാണ്. വഗംതുന്നാസ്, ജനങ്ങളെ ഒന്നിനും കൊള്ളാത്തവരായി, നിസാരരായി കാണുക, വില കുറച്ച് കാണുക എന്നതും അഹങ്കാരത്തിൽപ്പെട്ടതാണ്. ഇതാണ് ഉലൂവ് കൊണ്ടുള്ള ഉദ്ദേശം. ഐന്, ലാമ്, വാവ്, അൽ ഉലൂ അഥവാ അല, മുകളിൽ എന്ന അർത്ഥം വരുന്ന വാക്കാണത്. മറ്റുള്ളവരുടെ മുകളിലാണ് ഞാൻ മെച്ചപ്പെട്ടവനാണ്, ഞാൻ കുഴപ്പമില്ല, മറ്റുള്ള ഒരാളും ഒന്നിനും കൊള്ളുകയില്ല എന്ന ചിന്തയാണ് അതിലൂടെ ഒരാളുടെ മനസ്സിലുണ്ടാവുക. അൽ ഫസാദ് എന്നാൽ നേരെ ഭാഷാർത്ഥം പറഞ്ഞാൽ കുഴപ്പം എന്നാണ് അർത്ഥം. കുഴപ്പം ഉദ്ദേശിക്കുക. പണ്ഡിതന്മാർ പറഞ്ഞു, കുഴപ്പം ഉദ്ദേശിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ പാപങ്ങളും അതിൽ ഉൾക്കൊണ്ടു. അഥവാ പാപങ്ങൾ, ഭൂമിയിൽ തിന്മകൾ ഉണ്ടാവാൻ ആഗ്രഹിക്കുക എന്നതാണ് ഇതുകൊണ്ടുള്ള ഉദ്ദേശം. അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അറാഫിലൂടെ അറിയിച്ചിട്ടുണ്ട്, വലാ തുഫ്സിദു ഫിൽ അർളി ബഅദ ഇസ്ലാഹിഹാ, ഭൂമിയിൽ നിങ്ങൾ കുഴപ്പമുണ്ടാക്കരുത്, അതിനെ നന്നാക്കിയതിന് ശേഷം, ഇസ്ലാഹ് വന്നതിന് ശേഷം പിന്നെ നിങ്ങൾ ഫസാദ് ഉണ്ടാക്കരുത്. ഭൂമിയിലെ ഫസാദ് എന്ന് പറഞ്ഞാൽ അതിലേറ്റവും അപകടകരമായ ഫസാദ് ഷിർക്കും കുഫ്റുമാണ്. അള്ളാഹു അവൻ്റെ നബിമാരെ പറഞ്ഞയച്ചു, എന്നിട്ട് ജനങ്ങളെ ഇരുട്ടുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് ക്ഷണിച്ചു. അഥവാ അവർ ഷിർക്കിൻ്റെ, കുഫറിൻ്റെ അന്ധകാരങ്ങളിലായിരുന്നു. അതിൽ നിന്ന് അള്ളാഹു തൗഹീദിൻ്റെ, അള്ളാഹുവിൻ്റെ ഏകത്വത്തിലേക്കുള്ള വെള്ളി വെളിച്ചം നൽകി. അതാണ് ഇസ്ലാഹ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ. അതോടൊപ്പം എന്തൊക്കെ തിന്മകളുണ്ടോ ആ തിന്മകളൊക്കെ ഇല്ലാതാക്കിക്കൊണ്ട് നന്മകളിലേക്ക് ആളുകളെ നയിച്ചതിന് ശേഷം, ഭൂമിയിൽ നന്മ ഉണ്ടായതിന് ശേഷം
പിന്നീട് നിങ്ങൾ കുഴപ്പമുണ്ടാക്കരുത് എന്ന് അള്ളാഹു പ്രത്യേകം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ സഹോദരങ്ങളെ, ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളും വൻപാപങ്ങളിൽപ്പെട്ടതാണ്. ഇതൊരാളുടെ മനസ്സിലുണ്ടായാൽ അയാൾ വൻപാപം ചെയ്തു എന്നാണ്. മറ്റുള്ളവർക്ക് മേൽ ഔന്നത്യം കാണിക്കുക, അതുപോലെ ഭൂമിയിൽ കുഴപ്പം ഉദ്ദേശിക്കുക, തിന്മ ആഗ്രഹിക്കുക, ഫസാദ് ഉദ്ദേശിക്കുക എന്ന കാര്യം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ആയത്ത് ശൈഖ് അവിടെ എടുത്തു കൊടുത്തു. വഖൗലുല്ലാഹി തആല, അള്ളാഹു തആല പറഞ്ഞു, തിൽക ദാറുൽ ആഖിറതു നജഅലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലൂവൻ ഫിൽ അർളി വലാ ഫസാദ വൽ ആഖിബതു ലിൽ മുത്തഖീൻ. തിൽക ദാറുൽ ആഖിറ, പരലോക ഭവനം അഥവാ സ്വർഗം, ആ സ്വർഗത്തിലെ അതിമഹത്തായ പ്രതിഫലം, അവിടെ എന്നെന്നും നിലനിൽക്കുന്ന സുഖാനുഭൂതികൾ, നജഅലുഹ, പ്രത്യേകമായി നാം നിശ്ചയിച്ചിരിക്കുന്നു, ലില്ലദീന, ഏതൊരു കൂട്ടരാണോ, ലാ യുരീദൂന ഉലൂവൻ ഫിൽ അർളി വലാ ഫസാദ, ഭൂമിയിൽ ഔന്നത്യമോ കുഴപ്പമോ ഉദ്ദേശിക്കാത്തത്, അഥവാ മറ്റുള്ളവർക്ക് മേൽ അഹങ്കാരം നടിക്കാത്ത, ഔന്നത്യം കാണിക്കാത്ത, ഭൂമിയിൽ കുഴപ്പമുദ്ദേശിക്കാത്ത ആളുകൾക്ക് വേണ്ടി പ്രത്യേകമായി നാം ഒരുക്കി വെച്ചതാണ് അദ്ദാറുൽ ആഖിറ, പരലോക ഭവനം, സ്വർഗം. അപ്പോൾ നോക്കൂ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതൊരുക്കി വെച്ചത് ഈ പറഞ്ഞ മോശമായ ഉദ്ദേശം, ഈ വൻപാപം ഹൃദയങ്ങളിൽ ഇല്ലാത്തവർക്കാണ്. വൽ ആഖിബതു ലിൽ മുത്തഖീൻ, അള്ളാഹു പറഞ്ഞു, തഖ്വ പാലിച്ച് ജീവിക്കുന്നവർക്കാണ് ഏറ്റവും നല്ല പര്യവസാനം. സഹോദരങ്ങളെ, ഈ ആയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ സന്ദർഭം ഖാറൂനിനെ കുറിച്ച് പറയുന്നതിനിടയിലാണ്. ആരാണ് ഖാറൂൻ? നമുക്കറിയാം, ചരിത്രത്തിൽ അള്ളാഹു ഒരുപാട് സമ്പത്ത് നൽകിയ, അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയ ആളാണ് ഖാറൂൻ. ആ ഖാറൂനിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മനസ്സിൽ ഔന്നത്യം കൊണ്ട് നിറഞ്ഞിരുന്നു. അഹങ്കാരത്തിൻ്റെ വാക്കുകൾ അവനിൽ നിന്നും വന്നിരുന്നു. മറ്റുള്ളവരെ നിന്ദ്യരായി കണ്ട് ആ രൂപത്തിലായിരുന്നു അവൻ്റെ പ്രവർത്തനങ്ങൾ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, അവൻ്റെ വാക്കിപ്രകാരമാണ്, ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ ഇൻദി, എനിക്ക് ഈ നൽകപ്പെട്ടത് എൻ്റെ അടുക്കലുള്ള വിജ്ഞാനം കൊണ്ടാണ്, എൻ്റെ അറിവ് കൊണ്ടാണ്, എൻ്റെ കയ്യിലുള്ള, എൻ്റെ അടുക്കലുള്ള ഈ അറിവും വിജ്ഞാനവും കൊണ്ടാണ് എനിക്കിതൊക്കെ നൽകപ്പെട്ടത്, എനിക്കിതൊക്കെ കിട്ടിയത് എന്ന ധിക്കാരത്തിൻ്റെ, അഹങ്കാരത്തിൻ്റെ വാക്കായിരുന്നു അവൻ മൊഴിഞ്ഞിരുന്നത്. അള്ളാഹു അവനെ എന്താണ് ചെയ്തത്? അള്ളാഹു റബ്ബുൽ ആലമീൻ ശിക്ഷയായി അവനെയും അവൻ്റെ സാമ്രാജ്യത്തെ ഒന്നാകെ ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളയുകയുണ്ടായി. നോക്കൂ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ എത്ര ഗൗരവമാണ് ഈ പറഞ്ഞ തിന്മ. പിൽക്കാലക്കാർക്ക് ഒരു പാഠമായി അള്ളാഹു റബ്ബുൽ ആലമീൻ നിശ്ചയിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത് ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മുടെ മനസ്സുകളിലേക്ക് കയറി വരുന്ന ചിന്തയാണിത്. ഒരിക്കലും മറ്റുള്ളവരെ നിസാരവൽക്കരിച്ചുകൊണ്ട്, മറ്റുള്ളവരെ നിന്ദ്യരായി കണ്ടുകൊണ്ട് അഹങ്കാരത്തോടെ ജീവിക്കുക എന്നത് നമുക്ക് പാടില്ലാത്തതാണ്. അള്ളാഹുവിൻ്റെ അടിമകൾ മാത്രമാണ് നാം ഓരോരുത്തരും. നമ്മൾ ദുർബലരാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു പറഞ്ഞതുപോലെ വഖുലിഖൽ ഇൻസാനു ദഈഫ, മനുഷ്യൻ ദുർബലനായിക്കൊണ്ടാണ് സൃഷ്ടിക്കപ്പെട്ടത്. എങ്ങനെയാണ് സഹോദരങ്ങളെ നമുക്ക് മറ്റുള്ളവർക്ക് മേൽ ഔന്നത്യം കാണിക്കാൻ സാധിക്കുക? എന്താണ് നമ്മുടെ കൈകളിലുള്ളത്? നമ്മുടെ പാപങ്ങൾ, നമ്മുടെ പാപക്കറകൾ. അതെങ്ങാനും അള്ളാഹു റബ്ബുൽ ആലമീൻ പുറത്തേക്ക് വെളിവാക്കിയിരുന്നുവെങ്കിൽ, ചില മുൻഗാമികൾ പറഞ്ഞതുപോലെ, അതിൻ്റെ ദുർഗന്ധം കൊണ്ട് ഒരാളും നമ്മുടെ അടുക്കൽ ഇരിക്കുകയില്ലായിരുന്നു. തിന്മകൾ കൊണ്ട്
നിറഞ്ഞു നിൽക്കുകയാണ് നമ്മുടെ കൈകളും നമ്മുടെ ഹൃദയങ്ങളും നമ്മുടെ ജീവിതവും. എത്ര എത്ര തെറ്റുകളാണ് നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്നത്. ആരോരും കാണാത്ത സന്ദർഭങ്ങളിൽ പാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നവരാണ് നാം ഓരോരുത്തരും. എങ്ങനെ നമുക്ക് അഹങ്കരിക്കാൻ സാധിക്കും? ഒരിക്കലും നമുക്ക് പാടില്ലാത്തതാണ്, നമുക്കതിന് അർഹതയില്ല. മറിച്ച് അള്ളാഹുവിൻ്റെ അടിമകൾ അവർ ആളുകൾക്കിടയിൽ ജനങ്ങളോട് വിനയമുള്ളവരായിരിക്കണം, താഴ്മയുള്ളവരായിരിക്കണം, നല്ല പെരുമാറ്റമുള്ളവരായിരിക്കണം. മറ്റുള്ളവർക്ക് മേൽ ഔന്നത്യവുമായി നടന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അദാബ് ഇറക്കിയത് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇതിൽ നമുക്ക് വലിയ പാഠമുണ്ട്. അള്ളാഹു റബ്ബുൽ ആലമീൻ സ്വർഗം ഒരുക്കി വെച്ചത് ഈ പറഞ്ഞ ആളുകൾക്കാണ്. മറ്റുള്ളവർക്ക് മേൽ, അള്ളാഹുവിൻ്റെ അടിമകൾക്ക് മേൽ അഹങ്കാരത്തിൻ്റെ, അതുപോലെ താൻ പോരിമയുടെ അങ്ങനെ ഒരു ചിന്ത ഇല്ലാത്ത, ഔന്നത്യം കാണിക്കാത്ത, എളിമയുള്ള, താഴ്മയുള്ള, വിനയമുള്ള റബ്ബിൻ്റെ അടിമകൾക്കാണ് തിൽക്കദ്ദാറുൽ ആഖിറ, പരലോക ഭവനം അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചത്. അതേപോലെ തന്നെ ഫസാദ് ആഗ്രഹിക്കാത്തവർ, തിന്മകൾ ചെറുതാവട്ടെ വലുതാവട്ടെ അങ്ങേയറ്റം നമ്മൾ പേടിക്കേണ്ട, ഭയപ്പെടേണ്ട ഒന്നാണ്. ഈ കിതാബ് വൻപാപങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. കഴിഞ്ഞ 8ഓളം വരുന്ന അധ്യായങ്ങൾ അതിൻ്റെ തലക്കെട്ട് മാത്രം മതിയായതാണ് നമ്മെ ഭയപ്പെടുത്താൻ. ഓരോന്നും നമ്മൾ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ നമ്മുടെ മനസ്സുകളിൽ, നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള, ഉണ്ടാവുന്ന പാപങ്ങളാണ്. അതൊന്നും ഒരുപക്ഷെ ഇത്ര ഗുരുതരമായ പാപങ്ങളാണ് എന്നുപോലും നമ്മിൽ പലർക്കും അറിഞ്ഞിട്ടുണ്ടാവുകയില്ല. ഇത് കേൾക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ മനസ്സിലാവുക ഇത് ഇത്ര വലിയ ഗുരുതരമായ പാപമാണല്ലേ എന്ന്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഫസാദ് ഉദ്ദേശിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ഗൗരവമാണ്. തിന്മ, ആ തിന്മയെ അങ്ങേയറ്റം വെറുക്കേണ്ടവരാണ് നാം ഓരോരുത്തരും. തിന്മകളിൽ നിന്ന് ഓടി അകലേണ്ടവരാണ് നാം ഓരോരുത്തരും. തിന്മ ഉദ്ദേശിക്കുക എന്നത് സ്വർഗം തടയപ്പെടുമെങ്കിൽ ആ തിന്മയിലേക്ക് ക്ഷണിക്കുന്നവരുടെ അവസ്ഥ എന്തായിരിക്കും? ആളുകളെ തിന്മകളിലേക്ക് ക്ഷണിക്കുന്നവർ, തിന്മകൾ എത്തിച്ചു കൊടുക്കുന്നവർ, തിന്മകൾ കാണിച്ചു കൊടുക്കുന്നവർ, അങ്ങനെ തിന്മകളുടെ വക്താക്കളായി, ഫസാദിൻ്റെ ആളുകളായി ജീവിക്കുന്നവരുടെ അവസ്ഥ എന്തായിരിക്കും? നിങ്ങൾ നോക്കൂ. അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യം ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അള്ളാഹുവിൻ്റെ അടിമകളായ, സത്യവിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും വിനയമുള്ള, താഴ്മയുള്ള, അള്ളാഹുവിന് കീഴൊതുങ്ങുന്ന നല്ലവരായ അടിമകളായി തീരാനാണ് ഞാനും നിങ്ങളും ശ്രമിക്കേണ്ടത്. അതുകൊണ്ടാണ് അള്ളാഹു ആ ആയത്ത് പൂർത്തീകരിക്കുമ്പോൾ ഓർമ്മപ്പെടുത്തിയത് വൽ ആഖിബതു ലിൽ മുത്തഖീൻ, വൽ ആഖിബതു ലിൽ മുത്തഖീൻ. തഖ്വ പാലിച്ചു ജീവിക്കുന്ന ആളുകൾക്കാണ് ഏറ്റവും നല്ല പര്യവസാനം. അള്ളാഹുവിനെ സൂക്ഷിച്ചുവോ, ജീവിതത്തിൽ റബ്ബിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിച്ചുവോ, തിന്മകളിൽ നിന്ന് മാറി നിന്നുവോ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാലിച്ചുവോ, അവർക്കാണ് അൽ ആഖിബ, നല്ല പര്യവസാനം, സ്തുത്യർഹമായ പര്യവസാനം അത്തരം ആളുകൾക്കാണ്. അതല്ല അതിന് വിരുദ്ധമായ പ്രവർത്തനങ്ങളാണോ? സഹോദരങ്ങളെ, ഞാനും നിങ്ങളും അങ്ങേയറ്റം ഭയപ്പെടേണ്ടതുണ്ട്, നമ്മൾ പേടിക്കേണ്ടതുണ്ട്. കാരണം നമ്മുടെ ഖൽബ് ഫസാദായി പോകുന്ന കാര്യമാണ്, നമ്മുടെ ഹൃദയം മോശമായി പോകുന്ന കാര്യമാണ്. വൻപാപങ്ങൾ ഹൃദയങ്ങളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നു, അള്ളിപ്പിടിച്ചിരിക്കുന്നു എന്നതാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടെങ്കിൽ നാം തിരിച്ചറിയേണ്ടത്. അള്ളാഹു എന്നെയും നിങ്ങളെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഷെയ്ഖ് റഹിമഹുല്ലാ അടുത്തതായി ഒരു ഹദീസ് ഉദ്ധരിച്ചു. عن أنس رضي الله عنه قال قال رسول الله صلى الله عليه وسلم لا يؤمن أحدكم حتى يحب لأخيه ما يحب لنفسه أخرجاه. ഇമാം അൽ ബുഖാരി റഹിമഹുല്ലയും ഇമാം മുസ്ലിം റഹിമഹുല്ലയും അവരുടെ സഹീഹുകളിൽ ഉദ്ധരിച്ച ഹദീസാണിത്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അദ്ദേഹമാണ് ഈ ഹദീസ് റിവായത്ത് ചെയ്യുന്നത്. അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂൽ
സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, ലാ യുഅ്മിനു, നിങ്ങളിൽ ഒരാളും മുഅ്മിനാവുകയില്ല, അഥവാ നിങ്ങളുടെ ഈമാൻ പരിപൂർണമാവുകയില്ല, ഹത്താ യുഹിബ്ബ ലി അഖീഹി, നിങ്ങളുടെ സഹോദരന് നിങ്ങൾ ഇഷ്ടപ്പെടുന്നതുവരെ, മാ യുഹിബ്ബു ലി നഫ്സിഹി, നിങ്ങളുടെ സ്വന്തത്തിന് നിങ്ങൾ എന്താണോ ഇഷ്ടപ്പെടുന്നത് അത് നിങ്ങളുടെ സഹോദരനും നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് വരേക്കും നിങ്ങളിൽ ഒരാളും പരിപൂർണ സത്യവിശ്വാസിയാവുകയില്ല. അതാണ് ഹദീസിൻ്റെ അർത്ഥം. സഹോദരങ്ങളെ, ഈ ഹദീസ് ഷെയ്ഖ് ഇവിടെ എന്തിനാണ് എടുത്ത് ഉദ്ധരിച്ചത്? ഈ ഹദീസിൽ മുഅ്മിനിൻ്റെ വിശേഷണമുണ്ട്. ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം, സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, തൻ്റെ മുഅ്മിനായ മുസ്ലിമായ സഹോദരന് തൻ്റെ കാര്യത്തിൽ എന്തൊക്കെ ഇഷ്ടപ്പെടുന്നോ അതൊക്കെ ഇഷ്ടപ്പെടണം. അങ്ങനെ ഒരാൾക്ക് ഇഷ്ടപ്പെടാൻ സാധിച്ചാൽ ഈ പറഞ്ഞ ഉലൂവോ ഫസാദോ ഹൃദയത്തിൽ ഉണ്ടാവുകയില്ല. ഒന്നാലോചിച്ച് നോക്കൂ, എനിക്ക് ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം അത് തന്നെ നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടാൽ പിന്നെ നിങ്ങളുടെ മേൽ ഔന്നിത്യം കാണിക്കാൻ എനിക്ക് സാധിക്കുകയില്ല. പിന്നെ ഒരു ഫസാദ് ആഗ്രഹിക്കാൻ എനിക്ക് സാധിക്കുകയില്ല. ഇത് സഹോദരങ്ങളെ വളരെ ശ്രദ്ധേയമായ ഒരു ഹദീസാണിത്. ഒരു മുഅ്മിൻ ഈ രൂപത്തിലായിരിക്കണം. ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ കാര്യത്തിൽ താൻ എന്തൊക്കെ ഇഷ്ടപ്പെടുന്നുവോ അതൊക്കെ തൻ്റെ സഹോദരങ്ങൾക്കും ഇഷ്ടപ്പെടണം. ഹസദോ, അതുപോലെ വെറുപ്പോ, വിദ്വേഷമോ, മോശമായ ചിന്തയോ, നശിച്ചു പോകാനോ, തകർന്നു പോവാനോ, ഇല്ലാതായി പോവാനോ ഒന്നും നമ്മൾ ആഗ്രഹിക്കരുത്. മറിച്ച് എനിക്കെന്തൊക്കെ നന്മകൾ ഞാൻ ആഗ്രഹിക്കുന്നുവോ അതൊക്കെ എൻ്റെ സഹോദരങ്ങൾക്കും ഞാൻ ആഗ്രഹിക്കണം. നമ്മൾ ഓരോരുത്തരും അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ പ്രശ്നം ഇല്ലാതായിത്തീരും. അതുകൊണ്ടാണ് നിങ്ങൾ നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചില്ലേ, മുഅ്മിനീങ്ങളുടെ പ്രാർത്ഥനയാണെന്ത്? റബ്ബന ഇഗ്ഫിർ ലനാ വലി ഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ റബ്ബന ഇന്നക റഊഫുർ റഹീം. അല്ലാഹുവേ, ഞങ്ങളുടെ റബ്ബേ, നീ ഞങ്ങൾക്ക് പുറത്തു തരണേ, ഞങ്ങൾക്ക് മുന്നേ ഈമാൻ കൊണ്ട് കടന്നുപോയ നമ്മുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു കൊടുക്കണേ. വലാ തജ്അൽ ഫീ ഖുലൂബിന, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നീ ഉണ്ടാക്കല്ലേ, ആക്കി തീർക്കല്ലേ, ഗില്ലൻ ലില്ലദീന ആമനു, അഥവാ തൊട്ടു മുന്നേ പറഞ്ഞ മുഅ്മിനീങ്ങളായ സഹോദരങ്ങളോട് വെറുപ്പോ വിദ്വേഷമോ ഒന്നും ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നീ ഉണ്ടാക്കല്ലേ റബ്ബേ. റബ്ബന, ഞങ്ങളുടെ റബ്ബേ, ഇന്നക റഊഫുർ റഹീം, അല്ലാഹുവേ നീ ദയയുള്ളവനാണ്, കാരുണ്യമുള്ളവനാണ്. നോക്കൂ, സൂറത്തുൽ ഹശ്റിലെ ഈ ആയത്തിൽ അള്ളാഹു അറിയിച്ചത് മുഅ്മിനീങ്ങളുടെ പ്രാർത്ഥന ഇതാണ്, ഞങ്ങൾക്ക് നീ പുറത്തു തരണേ, ഞങ്ങൾക്ക് മുന്നേ ഈമാനുമായി കടന്നുപോയ നമ്മുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു കൊടുക്കണേ. അറിയുന്നവരാവട്ടെ അറിയാത്തവരാവട്ടെ എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. അതേപോലെ ഒരാളോടും ഒരു പകയോ വിദ്വേഷമോ വെറുപ്പോ റബ്ബേ നീ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഉണ്ടാക്കല്ലേ. ഇതായിരിക്കണം സഹോദരങ്ങളെ നമ്മുടെ സ്വഭാവ ഗുണം. നമ്മുടെ മനസ്സ് ഈ രൂപത്തിലായിരിക്കണം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അഹബ്ബ അൻ യുസഹ്സഹ അനിൻ നാർ വയദ്ഖുലൽ ജന്നഹ, ആരാണോ നരകത്തിൽ നിന്ന് പുറത്താക്കപ്പെടുകയും എന്നിട്ട് സ്വർഗത്തിൽ പ്രവേശിക്കുകയും ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത്, ഫൽ തുദ്രിക്കുഹു മനിയതുഹു വഹുവ മുഅ്മിനുൻ ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വാസമുള്ളവനായിക്കൊണ്ട് അവന് മരണം സംഭവിക്കട്ടെ. അഥവാ മരിക്കുന്ന സമയത്ത് അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വാസമുള്ളവനായിക്കൊണ്ട് മരിച്ചുകൊള്ളട്ടെ. അതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വയഅതി ഇലന്നാസി അല്ലദി യുഹിബ്ബു അൻ യുഅത ഇലൈ, തൻ്റെ അടുക്കലേക്ക് ജനങ്ങൾ എങ്ങനെ വരണമെന്ന് ഇഷ്ടപ്പെടുന്നുവോ അതുപോലെ അവൻ ജനങ്ങളിലേക്കും ചെല്ലട്ടെ. നോക്കൂ, ഈ ഹദീസിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നരകത്തിൽ നിന്ന് പുറത്തു കടക്കാൻ, സ്വർഗത്തിൽ പ്രവേശിക്കാൻ ചെയ്യേണ്ട കാര്യമാണിത്. മരിക്കുന്ന സമയത്ത് മുഅ്മിനായിരിക്കണം,
അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വാസമുണ്ടായിരിക്കണം. അതോടൊപ്പം അതിൻ്റെ കൂടെ ചേർത്തി പറഞ്ഞ കാര്യം നോക്കൂ നിങ്ങൾ, ജനങ്ങൾ തൻ്റെ അടുക്കൽ എങ്ങനെ വരണം എന്നാഗ്രഹിക്കുന്നുവോ അതേപോലെ ജനങ്ങളുടെ അരികിലേക്ക് അവൻ ചെന്നുകൊള്ളട്ടെ. അഥവാ നമ്മുടെ അടുക്കലേക്ക് ആളുകൾ ഏത് രൂപത്തിൽ പെരുമാറണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുക? ഏറ്റവും നല്ല രൂപത്തിൽ, മാന്യമായി, ഒരു അഹങ്കാരമോ ഈ പറഞ്ഞ ഔന്നത്യമോ ഒന്നുമില്ലാത്ത രൂപത്തിൽ, നല്ല രൂപത്തിൽ ആളുകൾ പെരുമാറണം എന്നാണ് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുക. എങ്കിൽ നമ്മളും അതുപോലെയായിരിക്കണം ആളുകളോട് പെരുമാറേണ്ടത്. നമ്മുടെ കാര്യത്തിൽ നാം എന്താണോ ഇഷ്ടപ്പെടുന്നത് അത് തന്നെ മറ്റുള്ളവരുടെ കാര്യത്തിലും നമ്മൾ ഇഷ്ടപ്പെടണം. നമ്മൾ അങ്ങോട്ട് വളരെ മോശമായ സ്വഭാവത്തിലാണെങ്കിൽ എന്നിട്ട് ആളുകൾ ഇങ്ങോട്ടേക്ക് നല്ല രൂപത്തിൽ പെരുമാറണമെന്ന് ആഗ്രഹിച്ചാൽ അത് നടപ്പിലാവുകയില്ല. അത് ശരിയല്ല. അതൊരു മുഅ്മിനിൻ്റെ സ്വഭാവമല്ല. മറിച്ചൊരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം ഈമാൻ പൂർത്തിയാവണമെങ്കിൽ, ഈമാൻ പരിപൂർണമാവണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഹത്താ യുഹിബ്ബ ലി അഖീഹി മാ യുഹിബ്ബു ലിനഫ്സിഹി. തൻ്റെ കാര്യത്തിൽ, തൻ്റെ സ്വന്തത്തിന് എന്തൊക്കെ ഒരാൾ ഇഷ്ടപ്പെടുന്നോ അത് തന്നെ തൻ്റെ സഹോദരൻ്റെ കാര്യത്തിലും ഇഷ്ടപ്പെടണം എന്നുള്ളതാണ്. അടുത്തതായി ഷെയ്ഖ് റഹിമഹുല്ലാ മറ്റൊരു ഹദീസ് ഉദ്ധരിക്കുന്നു. വഅൻ അബി മുഹമ്മദിൻ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യകൂന ഹവാഹു തബഅൻ ലിമാ ജിഅ്തു ബിഹി. അബൂ മുഹമ്മദ് അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം റിവായത്ത് ചെയ്യുന്നു, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, ലാ യുഅ്മിനു അഹദുക്കും, തൊട്ടു മുന്നേ വന്ന അതേ വാക്ക് തന്നെയാണ്, നിങ്ങളിൽ ഒരാളും മുഅ്മിനാവുകയില്ല. അഥവാ നിങ്ങളുടെ ഒരാളുടെയും ഈമാൻ പരിപൂർണമാവുകയില്ല. ഹത്താ യകൂന ഹവാഹു, അവൻ്റെ ഇച്ഛ, അവൻ്റെ ആഗ്രഹം ആയിത്തീരുന്നത് വരെ, തബഅൻ ലിമാ ജിഅ്തു ബിഹി, ഞാൻ കൊണ്ടുവന്നതിനെ പിൻപറ്റുന്ന രൂപത്തിൽ. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏതൊന്നുമായി കടന്നു വന്നോ അതിലേക്ക് മനസ്സ് ചാഞ്ഞ അവസ്ഥയിലാവുന്നത് വരേക്കും നിങ്ങളിൽ ഒരാളും മുഅ്മിനാവുകയില്ല. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തൊട്ടു മുന്നേ പ്രയോഗിച്ച അതേ വാക്ക് തന്നെയാണ് ഈ ഹദീസിലും പ്രയോഗിച്ചിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നതിനോട് ഒരാൾക്ക് ഇഷ്ടം തോന്നണം. തൻ്റെ ഇഷ്ടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന കാര്യത്തിനോട് യോജിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതൊരു ആദർശമായാണോ വന്നത് അതിനോട് തൻ്റെ ഇച്ഛ പിന്തുടരുന്നത് വരെ, പിൻപറ്റുന്നത് വരെ നിങ്ങളിൽ ഒരാളും മുഅ്മിനാവുകയില്ല എന്നാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നത് ഏറ്റവും നല്ല കാര്യമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നത് ഏറ്റവും നല്ല കാര്യമാണ്, ഏറ്റവും സംശുദ്ധമാണ്. അവിടുത്തെ വിശ്വാസം മുതൽ കർമ്മം, ആചാരം, അനുഷ്ഠാനം തുടങ്ങി അവിടുന്ന് പഠിപ്പിച്ച ഏതൊക്കെ കാര്യങ്ങളുണ്ടോ അതിനോട് നമ്മുടെ മനസ്സ് ചാഞ്ഞു നിൽക്കണം. നമ്മുടെ ആഗ്രഹം അതിനെ പിൻപറ്റണം. അതിൽപ്പെട്ടതാണ് സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും നല്ല സ്വഭാവ മര്യാദകൾ പഠിപ്പിച്ചു. ഈ പറഞ്ഞ ഔന്നിത്യമോ അഹങ്കാരമോ ഭൂമിയിൽ കുഴപ്പമുണ്ടാവാൻ ആഗ്രഹിക്കുകയോ തിന്മകളിലേക്ക് ആളുകളെ ക്ഷണിക്കുകയോ തിന്മകളുടെ വക്താക്കളാവുകയോ ചെയ്യുക എന്നത് വിരോധിച്ചിരിക്കുന്നു അവിടുന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് ഏറ്റവും നല്ല സ്വഭാവ മര്യാദകളാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അത് ഒരാൾ പിന്തുടരുന്നത് വരേക്കും ഒരാളുടെ ഈമാൻ ശരിയാവുകയില്ല എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നതിനോട് ഒരിക്കലും വെറുപ്പ് ഉണ്ടാവാൻ പാടുള്ളതല്ല. സഹോദരങ്ങളെ, ഈ
രണ്ട് ഹദീസുകളും ഷെയ്ഖ് ഉദ്ധരിച്ച ആയത്തും തെളിവാണ്. ഭൂമിയിൽ കുഴപ്പം, തിന്മകൾ ആഗ്രഹിക്കുക, മറ്റുള്ളവർക്ക് മേൽ ഔന്നിത്യം നടിക്കുക എന്നത് വൻപാപങ്ങളിൽപ്പെട്ടതാണ്. മറിച്ച് അള്ളാഹുവിൻ്റെ ദീൻ പഠിപ്പിച്ചത് ഏറ്റവും നല്ല സ്വഭാവ മര്യാദകളാണ്. എത്രത്തോളം അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ആയത്തുകൾ നമുക്ക് കാണാം. വലാ തുതിഉ അംറൽ മുസ്രിഫീൻ, ഇസ്രാഫിൻ്റെ ആളുകളുടെ കാര്യം നിങ്ങൾ അവരെ അനുസരിച്ചു പോകരുത്. ഇസ്രാഫിൻ്റെ ആളുകൾ എന്ന് പറഞ്ഞാൽ പരിധി വിട്ട, അതിരി കവിഞ്ഞ ആളുകൾ, അവരെ നിങ്ങൾ അനുസരിച്ചു പോകരുത്. അല്ലദീന, അവർ എങ്ങനെയുള്ളവരാണ്? യുഫ്സിദൂന ഫിൽ അർളി വലാ യുസ്ലിഹൂൻ, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നവരാണവർ, നന്മ വരുത്തുന്നവരല്ല. ഇപ്പം തിന്മകളുടെ, കുഴപ്പങ്ങളുടെ ആളുകളെ, അവരുടെ കാര്യങ്ങൾ നിങ്ങൾ അനുസരിച്ചു പോകരുത് എന്നാണ് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അതെല്ലാ കാര്യത്തിലും അങ്ങനെയാണ്. എല്ലാ കാര്യത്തിലും, വിശ്വാസം മുതൽ ആചാര അനുഷ്ഠാന കർമ്മം എല്ലാം, അതിൽ ഈ പറഞ്ഞ കുഴപ്പക്കാരായ ആളുകളെ, ഭൂമിയിൽ തിന്മകൾ ആഗ്രഹിക്കുന്ന ആളുകളെ, നന്മ വരുത്താത്ത ആളുകളെ നിങ്ങൾ അനുസരിച്ചു പോകരുത്. അതുപോലെ അള്ളാഹു പറഞ്ഞു, വല്ലാഹു ലാ യുഹിബ്ബുൽ മുഫ്സിദീൻ, ഫസാദിൻ്റെ ആളുകളെ, കുഴപ്പക്കാരായ ആളുകളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. സഹോദരങ്ങളെ നോക്കൂ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ദീൻ എത്ര മനോഹരമാണ്. ഏതൊക്കെ കാര്യങ്ങളാണ്, ഏതൊക്കെ വിഷയങ്ങളാണ് ഏറ്റവും നല്ല രൂപത്തിൽ അള്ളാഹുവിൻ്റെ ദീനിൽ പഠിപ്പിച്ചു വെച്ചിട്ടുള്ളത് എന്ന് നോക്കൂ. മനസ്സിൻ്റെ ഒരു മോശമായ ചിന്ത പോലും, ഒരു തിന്മ ആഗ്രഹിക്കുക, ഉദ്ദേശിക്കുക എന്നതുപോലും വൻപാപമായി പഠിപ്പിച്ചു, വൻപാപമായി പഠിപ്പിച്ചു. അപ്പോൾ പിന്നെ അത് പ്രാവർത്തികമാക്കുക എന്നത് എത്ര ഗൗരവമായിരിക്കും. അത് പ്രാവർത്തികമാക്കുക എന്നത്, അത് ചെയ്യുക, നടപ്പിലാക്കുക, കുഴപ്പങ്ങൾ ഉണ്ടാക്കുക എന്നത് എത്ര ഗൗരവമാണ്. ഉദ്ദേശം പോലും തെറ്റാണെങ്കിൽ പ്രാവർത്തികമാക്കുക എന്നത് ഗുരുതരമായ അപകടമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ ഹദീസ്, നമ്മുടെ സഹോദരങ്ങൾക്ക് നമ്മുടെ കാര്യത്തിൽ എന്തൊക്കെ ആഗ്രഹിക്കുന്നുവോ അത് തന്നെ ആഗ്രഹിക്കണം. അത് സഹോദരങ്ങളെ നോക്കൂ, നമ്മുടെ സ്വഭാവം നന്നാവാനുള്ള കാരണമാണത്. ഈ ഒരു കാര്യം നടപ്പിലാക്കിയാൽ ഒരുപാട് പ്രശ്നങ്ങൾ അവസാനിച്ചു. സഹോദരങ്ങൾക്കിടയിൽ, കുടുംബങ്ങൾക്കിടയിൽ, അതുപോലെ വീടുകളിൽ, അതുപോലെ ജോലിസ്ഥലങ്ങളിൽ, കൂട്ടുകാർക്കിടയിൽ പ്രശ്നങ്ങൾ അവസാനിക്കും. പലപ്പോഴും ചെറിയ ചെറിയ കാര്യങ്ങളാണ് ബന്ധങ്ങൾ വഷളാക്കുക. ഞാൻ ആഗ്രഹിക്കുന്നത് മറ്റുള്ളവർക്കും ആഗ്രഹിച്ചാൽ, അഥവാ എനിക്ക് കിട്ടേണ്ടതാണ്, ഇനി ഓന് കിട്ടിക്കോട്ടെ, കുഴപ്പമില്ല എന്ന് വിചാരിക്കുക എന്നത് ചിലപ്പോൾ വലിയ നന്മകളുണ്ടാക്കും. എന്നാൽ അവനൊരിക്കലും കിട്ടരുത്, അതെനിക്ക് തന്നെ കിട്ടണം എന്ന മർക്കട മുഷ്ടി ചിലപ്പോൾ വലിയ തിന്മയിലേക്ക് നയിച്ചേക്കാം, പ്രശ്നങ്ങളിലേക്ക്, കൊലപാതകങ്ങളിലേക്ക് നയിച്ചേക്കാം. അല്ലാഹുവിൻ്റെ ദീൻ വളരെ മനോഹരമായ നല്ല സ്വഭാവ മര്യാദയാണ് പഠിപ്പിക്കുന്നത്. നിങ്ങൾ നോക്കൂ, മഹാനായ അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുമ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബി, അദ്ദേഹം പറഞ്ഞ മനോഹരമായ വാക്കുണ്ട്, ഇന്നി ലഅമുറു അലൽ ആയതി മിൻ കിതാബില്ലാ, തീർച്ചയായും ഞാൻ അള്ളാഹുവിൻ്റെ കിതാബിലെ ആയത്തുകളിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ, ഫഅവദ്ദു അന്നന്നാസ കുല്ലുഹും യഅലമൂന മിൻഹാ മാ അഅലം, ഈ ആയത്തുകളിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ, കടന്നു പോകുമ്പോൾ, അതിങ്ങനെ പാരായണം ചെയ്തു പോകുമ്പോൾ ഞാൻ ആഗ്രഹിച്ചു പോയി, ജനങ്ങളെല്ലാവരും ഞാൻ ഈ അറിഞ്ഞ വിജ്ഞാനം അവരും അറിഞ്ഞിരുന്നുവെങ്കിൽ, ഞാൻ പഠിച്ചത് ജനങ്ങളെല്ലാവരും പഠിച്ചിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്. സുബ്ഹാനല്ലാഹ്, എന്താണ് ആ ചിന്ത എന്ന് നോക്കൂ നിങ്ങൾ. സഹാബി ആഗ്രഹിക്കുകയാണ്, ജനങ്ങളെല്ലാവരും അദ്ദേഹത്തിന് കിട്ടിയ ഇൽമ്, അദ്ദേഹത്തിന് കിട്ടിയ വിജ്ഞാനം
ജനങ്ങൾക്കെല്ലാവർക്കും കിട്ടിയിരുന്നെങ്കിൽ എന്ന് അദ്ദേഹം ആഗ്രഹിക്കുകയാണ്. ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, വദിത്തു അന്നന്നാസ തഅല്ലമു ഹാദൽ ഇൽമ, ഞാൻ ആഗ്രഹിക്കുകയാണ് ജനങ്ങളെല്ലാവരും അള്ളാഹുവിൻ്റെ ദീൻ, ഈ വിജ്ഞാനം അത് പഠിച്ചെടുത്തിരുന്നുവെങ്കിൽ, വലം യുൻസബ് ഇലയ്യ മിൻഹു ശൈഉൻ, എന്നിലേക്ക് യാതൊന്നും ചേർക്കപ്പെട്ടില്ലെങ്കിലും ശരി. അഥവാ ഖാലൽ ഇമാം ശാഫിഈ എന്ന് പറഞ്ഞ് എന്നിലേക്കൊന്നും ചേർക്കപ്പെട്ടിട്ടില്ലെങ്കിലും ശരി, ജനങ്ങൾക്കിതെത്തിയാൽ മതി, ജനങ്ങളെല്ലാവരും ഇത് പഠിച്ചാൽ മതി എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, നോക്കൂ എത്ര മഹത്തരമായ സ്വഭാവമാണത്. അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ അദ്ദേഹം ആഗ്രഹിക്കുന്ന എന്താണ്? അദ്ദേഹത്തിന് ഇൽമു വേണം, അദ്ദേഹം പഠിക്കണം, അദ്ദേഹത്തിന് ഇൽമ് നേടണം എന്നാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. അത് തന്നെ മറ്റുള്ളവരുടെ കാര്യത്തിലും അദ്ദേഹം ആഗ്രഹിക്കുകയാണ്. അതുപോലെ ചില മുൻഗാമികളുടെ ചരിത്രം നമുക്ക് കാണാം. നോമ്പ് തുറക്കാനായാൽ ഭൃത്യനോട് അഥവാ കൂടെയുള്ളവരോട് പറയും, വെള്ളവും കാരക്കയുമായി വരൂ. എന്തിനാണത്? നോമ്പ് തുറപ്പിച്ചയാൾക്ക് നോമ്പുകാരൻ്റെ പ്രതിഫലം കിട്ടും, നോമ്പുകാരൻ്റെ പ്രതിഫലത്തിൽ നിന്ന് ഒട്ടും കുറയാതെ. എൻ്റെ നോമ്പിൻ്റെ പ്രതിഫലം നോമ്പ് തുറപ്പിച്ചതിൻ്റെ പേരിൽ നിനക്കും കിട്ടിക്കൊള്ളട്ടെ, അതുകൊണ്ട് വെള്ളവും കാരക്കയുമായി വരൂ എന്ന് ചില പണ്ഡിതന്മാർ അവരുടെ കൂടെയുള്ളവരോട് പറയാറുണ്ടായിരുന്നു എന്നാണ്. സുബ്ഹാനല്ലാഹ്, നോക്കൂ, സൂക്ഷ്മമായ ഇതുപോലെയുള്ള കാര്യങ്ങൾ നമുക്ക് ധാരാളം നമ്മുടെ മുൻഗാമികളുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത് നമ്മുടെ സ്വഭാവം നന്നാക്കി തരുന്ന കാര്യമാണ്, നമ്മുടെ ജീവിതം നന്നാക്കി തരും. ഒരുപാട് മാനസികമായ പിരിമുറുക്കങ്ങൾ ഇതിലൂടെ ഇല്ലാതാകും, ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും, സമാധാനമായി ശാന്തമായി ഉറങ്ങാൻ സാധിക്കും, നല്ല രൂപത്തിൽ ഇബാദത്തുകൾ ചെയ്യാൻ സാധിക്കും. പലപ്പോഴും മറ്റുള്ളവരുമായുള്ള തർക്കവും പ്രശ്നങ്ങളും മറ്റുള്ളവരെ കുറിച്ചുള്ള ചിന്തയും ഇതൊക്കെയാണ് നമ്മുടെ ഇബാദത്തുകളും നമ്മുടെ കാര്യങ്ങളൊക്കെ താറുമാറാക്കി കളയുക. അതിൽ നിന്നൊക്കെ ഒരു മോചനം ലഭിക്കാനുള്ള അള്ളാഹുവിൻ്റെ ദീനിലെ പ്രമാണങ്ങളാണ് ഈ പറയപ്പെട്ടത്. ഇതാണ് ഷെയ്ഖ് റഹിമഹുല്ലാഹ് ഈ അധ്യായത്തിൽ ഉൾക്കൊള്ളിച്ചത്. അതുകൊണ്ട് ഇതിൽ നമുക്കുള്ള പാഠം, അള്ളാഹുവിൻ്റെ അടിമകളോട് ഔന്നത്യം കാണിക്കാനോ താൻ പോരിമ കാണിക്കാനോ അഹങ്കാരത്തോടെ പെരുമാറാനോ നമുക്ക് പാടില്ലാത്തതാണ്. അതുപോലെ ഫസാദ് ആഗ്രഹിക്കാൻ പാടുള്ളതല്ല. ഫസാദ് എന്ന് പറഞ്ഞാൽ ജമീഉൽ മആസി എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. എല്ലാ തിന്മകളും അതിൽപ്പെട്ടു. തിന്മകൾ നടക്കണം എന്നൊരിക്കലും നമ്മൾ ആഗ്രഹിച്ചു പോകരുത്. തിന്മകൾ ഇല്ലാതാവാനാണ് ആഗ്രഹിക്കേണ്ടത്. ശുഐബ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതുപോലെ, ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു, എനിക്ക് സാധിക്കുന്ന രൂപത്തിൽ ഇസ്ലാഹ് ഉണ്ടാക്കാനാണ്, നന്മകൾ ഉണ്ടാക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അമ്പിയാക്കളുടെ മാർഗം അതാണ്, അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ പഠിപ്പിച്ചത് അതാണ്. അള്ളാഹു എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. 10-ാമത്തെ അധ്യായം അദ്ദേഹം പറഞ്ഞു, ബാബുൻ അൽ അദാവതു വൽ ബഗ്ളാഉ. അൽ അദാവത്തു എന്ന് പറഞ്ഞാൽ ശത്രുത, അൽ ബഗ്ളാഉ എന്ന് പറഞ്ഞാൽ പക, വിദ്വേഷം. അതുമായി ബന്ധപ്പെട്ട പ്രമാണങ്ങൾ പറയുന്ന അധ്യായം. അൽ അദാവത്ത് ശത്രുത, അൽ ബഗ്ളാ പക, വെറുപ്പ്, വിദ്വേഷം എന്നത് നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടാകുന്ന പാപമാണ്, തിന്മയാണ്. അത് വൻപാപങ്ങളിൽപ്പെട്ട പാപമാണ് എന്ന് അള്ളാഹുവിൻ്റെ കിതാബും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇത് ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള മുഅ്മിനീങ്ങളോട് ഒരിക്കലും വെറുപ്പോ വിദ്വേഷമോ ശത്രുതയോ പകയോ ഉണ്ടാവാൻ പാടുള്ളതല്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ മുഅ്മിന ലിൽ മുഅ്മിനി കൽ ബുനിയാൻ യശുദ്ദു ബഅ്ദുഹു ബഅ്ദൻ. തീർച്ചയായും ഒരു മുഅ്മിൻ മറ്റൊരു മുഅ്മിനിന് ഒരു കെട്ടിടം പോലെയാണ്. ഒന്ന് മറ്റൊന്നിന് ശക്തി പകരും. അഥവാ 4 തൂണുകളുള്ള ഒരു കെട്ടിടം
അതിലെ ഓരോ തൂണും ആ കെട്ടിടത്തിന് ശക്തി പകരുന്നതാണ്. ഇതുപോലെയാണ് മുഅ്മിനിൻ്റെ ഉദാഹരണം, മുഅ്മിനീങ്ങളുടെ ഉദാഹരണം. മറ്റൊരു ഹദീസിൽ അവിടുന്ന് പറഞ്ഞു, മസലുൽ മുഅ്മിനീന ഫീ തവാദ്ദിഹിം വതറാഹുമിഹിം വതആതുഫിഹിം മസലുൽ ജസദി. മുഅ്മിനീങ്ങൾ പരസ്പരം കാണിക്കുന്ന സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും അനുകമ്പയുടെയുമെല്ലാം ഉദാഹരണം ഒരൊറ്റ ശരീരത്തിൻ്റെ ഉദാഹരണമാണ്. ഇദസ്തകാ മിൻഹു ഉദ്വുൻ തദാഅ ലഹു സായിറുൽ ജസദി ബിസ്സഹരി വൽ ഹുമ്മ. ശരീരത്തിലെ ഒരു അവയവത്തിന് വല്ല പ്രയാസവും ബാധിച്ചാൽ ശരീരം മുഴുവനും പനിച്ചുകൊണ്ടും ഉറക്കമൊഴിച്ചുകൊണ്ടും അതിനോട് പ്രതികരിക്കും എന്നതുപോലെയാണ്. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തബാഗദു, നിങ്ങൾ പരസ്പരം വെറുപ്പ് കാണിക്കരുത്, പകയും വിദ്വേഷവുമായി നടക്കരുത്. വലാ തഹാസദു, നിങ്ങൾ അസൂയ വെച്ച് പുലർത്തരുത്. വകൂനു ഇബാദല്ലാഹി ഇഖ്വാന, അള്ളാഹുവിൻ്റെ അടിമകളെ നിങ്ങൾ പരസ്പരം സഹോദരങ്ങളായി തീരുക. അൽ മുസ്ലിമു അഹുൽ മുസ്ലിം, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിൻ്റെ സഹോദരനാണ്. ഇനിയും ധാരാളം ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ ദീൻ വളരെ മഹത്തരമായ, വളരെ കൃത്യമായി നമ്മെ പഠിപ്പിച്ചു. വെറുപ്പും വിദ്വേഷവുമായി നടക്കുക എന്നത് മുഅ്മിനീങ്ങൾക്ക് യോജിച്ചതല്ല. ഷെയ്ഖ് റഹിമഹുല്ല 2 ആയത്തുകളാണ് ഈ അധ്യായത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത്. വഖൗലുഹു തആല, അല്ലാഹു തആല പറഞ്ഞു, ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ. നിങ്ങൾക്കിടയിൽ പരസ്പരം വല്ല അഭിപ്രായ ഭിന്നതയും ഉണ്ടായാൽ അള്ളാഹുവിലേക്കും അവൻ്റെ റസൂലിലേക്കും നിങ്ങൾ അതിനെ മടക്കുക. സഹോദരങ്ങളെ, ഷെയ്ഖ് റഹിമഹുല്ല സൂറത്തു നിസായിലെ 59-ാമത്തെ ആയത്താണ് ഉദ്ധരിച്ചത്. ഫൈൻ തനാസഅതും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ. നിങ്ങൾക്കിടയിൽ വല്ല അഭിപ്രായ ഭിന്നതയും ഉണ്ടായാൽ അള്ളാഹുവിലേക്കും റസൂലിലേക്കും നിങ്ങളതിനെ മടക്കുക. ഈ ആയത്തിൻ്റെ തുടക്കം, യാ അയ്യുഹല്ലദീന ആമനു അതീഉ അല്ലാഹ വ അതീഉ റസൂല വ ഉലിൽ അംരി മിൻകും. സത്യവിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കുക, അള്ളാഹുവിൻ്റെ റസൂലിനെയും അനുസരിക്കുക. അതോടൊപ്പം നിങ്ങളിലെ കൈകാര്യകർത്താക്കളെയും നിങ്ങൾ അനുസരിക്കുക. അഥവാ ഉലമാക്കളും ഉമറാക്കളും, പണ്ഡിതന്മാരും ഭരണാധികാരികളും, മുസ്ലിമീങ്ങളായ ഭരണാധികാരികൾ, അവരെ നിങ്ങൾ അനുസരിക്കുക. ഫൈൻ തനാസഅതും ഫീ ഷൈഇൻ, ഇനി നിങ്ങൾക്കിടയിൽ വല്ല അഭിപ്രായ ഭിന്നതയും ഉണ്ടായാൽ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ, ആ കാര്യത്തെ അള്ളാഹുവിലേക്ക് അഥവാ പരിശുദ്ധ ഖുർആനിലേക്ക് മടക്കുക. വറസൂൽ, അള്ളാഹുവിൻ്റെ റസൂലിലേക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലേക്ക് നിങ്ങൾ മടക്കുക. ഈ ആയത്ത് ഷെയ്ഖ് ഇവിടെ ഉദ്ധരിച്ചത്, സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിൽ കിതാബിലേക്കും സുന്നത്തിലേക്കും മടങ്ങിയാൽ ഭിന്നതകൾ ഉണ്ടാവുകയില്ല, ശത്രുത, പക, വിദ്വേഷമുണ്ടാവുകയില്ല എന്ന് ഈ ആയത്ത് വ്യക്തമാക്കുന്നു. കാരണം ഏത് പ്രശ്നങ്ങൾക്കും പരിഹാരമായി അള്ളാഹുവിൻ്റെ കിതാബും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും നമ്മുടെ കൈകളിലുണ്ട്. അതിലേക്ക് മടങ്ങിയാൽ പരസ്പരം പകയും വിദ്വേഷവും പ്രശ്നങ്ങളും അവസാനിക്കും. അല്ലെങ്കിൽ നിങ്ങൾ നോക്കൂ, ഒരുപാട് പ്രശ്നങ്ങൾ എന്തിൻ്റെ പേരിലാണ്? ദീനിൻ്റെ പേരിലാണ് എന്ന് പറഞ്ഞ് ഒരുപാട് പ്രശ്നങ്ങൾ നടക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടക്കേണ്ടതുപോലെ മടക്കിയാൽ പ്രശ്നങ്ങൾ അവസാനിക്കും. അതാണ് ചരിത്രം നമ്മെ പഠിപ്പിച്ചത്. ജാഹിലിയ കാലഘട്ടത്തിൽ പരസ്പരം പോരടിച്ചിരുന്ന, വർഷങ്ങളോളം നീണ്ട യുദ്ധങ്ങൾ നടത്തിയിരുന്ന ഔസും ഖസ്റജും പോലെയുള്ള ഗോത്രങ്ങളെക്കുറിച്ച് അള്ളാഹു പറഞ്ഞെന്താണ്? നിങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല പരസ്പരം സഹോദരങ്ങളാക്കിയിരിക്കുന്നു.
കിതാബിലേക്ക്, സുന്നത്തിലേക്ക്, അള്ളാഹുവിലേക്ക്, റസൂലിലേക്ക് അവർ മടങ്ങിയപ്പോൾ അവരുടെ ഹൃദയങ്ങൾ ഇണങ്ങി, അവർ പരസ്പരം സഹോദരങ്ങളായി മാറി. അവരിലെ ശത്രുതയും പകയും വിദ്വേഷവുമെല്ലാം മാറുകയുണ്ടായി. ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് യുദ്ധത്തിലേർപ്പെടുകയായിരുന്നു അവരുടെ പതിവ്. ചെറിയ തല്ലുംപിടിയല്ല, യുദ്ധങ്ങളായിരുന്നു. അവരെയാണ് അള്ളാഹുവിൻ്റെ കിതാബും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും മാറ്റിയെടുത്തത്. പിന്നീട് ലോകത്തിൻ്റെ നേതാക്കന്മാരായി അവർ മാറുകയുണ്ടായി. അത് സഹോദരങ്ങളെ എല്ലാ കാലത്തേക്കും ബാധകമാണ്. ഏത് പ്രശ്നങ്ങൾ, ഇനി പരസ്പരം ഏത് വിഷയത്തിൽ ഒരു പ്രശ്നങ്ങളുണ്ടായി, ഒരു അഭിപ്രായ വ്യത്യാസമുണ്ടായി, അള്ളാഹുവിൻ്റെ കിതാബിൽ അതിന് പരിഹാരമുണ്ട്. അതിൽ നിയമനിർദ്ദേശങ്ങളുണ്ട്, വിധിവിലക്കുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ അതുണ്ട്. അത് നടപ്പിലാക്കിയാൽ പരസ്പരമുള്ള പകയും വിദ്വേഷവും ഇല്ലാതായി എന്നതാണ് ഈ ആയത്ത് കൊണ്ട് അറിയിക്കുന്നത്. രണ്ടാമതായി അദ്ദേഹം മറ്റൊരു ആയത്ത് ഉദ്ധരിച്ചു. വഖാല അല്ലാഹു തആല, അല്ലാഹു തആല പറഞ്ഞു, ഖദ് കാനത് ലക്കും ഉസ്വത്തുൻ ഹസനത്തുൻ ഫീ ഇബ്രാഹിം അൽ ആയ. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൽ നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമായ മാതൃകയുണ്ട്. മഹാനായ ഖലീലുല്ലാഹ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് തെളിവ്. അദ്ദേഹം പറഞ്ഞു, ആ ആയത്തിൻ്റെ ബാക്കിയിൽ നമുക്കിപ്രകാരം കാണാം. അള്ളാഹു പറഞ്ഞു, ഖദ് കാനത് ലക്കും ഉസ്വത്തുൻ ഹസനത്തുൻ ഫീ ഇബ്രാഹീമ വല്ലദീന മഅഹു. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിലും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരിലും നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമായ മാതൃകയുണ്ട്. ഇദ് ഖാലൂ ലിഖൗമിഹിം, അവർ തങ്ങളുടെ സമുദായത്തോട്, സമൂഹത്തോട് പറഞ്ഞു, ഇന്നാ ബുറാഉ മിൻകും വമിമ്മാ തഅബുദൂന മിൻ ദൂനില്ലാഹ്, നിങ്ങളോടും നിങ്ങൾ അള്ളാഹുവിന് പുറമെ ആരാധിക്കുന്ന ആരാധ്യന്മാരോടും ഞങ്ങൾ ബന്ധവിച്ഛേദനം നടത്തിയിരിക്കുന്നു. കഫർനാ ബിക്കും, ഞങ്ങൾ നിങ്ങളെ നിഷേധിച്ചിരിക്കുന്നു. വബദാ ബൈനനാ വബൈനകുമുൽ അദാവതു വൽ ബഗ്ളാഉ അബദൻ, ഞങ്ങൾക്കും നിങ്ങൾക്കുമിടയിൽ എന്നേക്കുമായി ശത്രുതയും പകയും വെളിപ്പെട്ടിരിക്കുന്നു. ഹത്താ തുഅ്മിനൂ ബില്ലാഹി വഹ്ദഹ്, നിങ്ങൾ ഏകനായ അള്ളാഹുവിൽ വിശ്വസിക്കുന്നതുവരേക്കും. അഥവാ ഈ ആയത്ത് ഇവിടെ ഉദ്ധരിച്ചത് അള്ളാഹുവിലും അവൻ്റെ ദീനിലും വിശ്വസിച്ച മുഅ്മിനായ മനുഷ്യനോട് പിന്നെ പകയില്ല, വിദ്വേഷമില്ല. പകയും വിദ്വേഷവും ഉണ്ടായാൽ വൻപാപങ്ങളിൽപ്പെട്ട പാപമാണ് എന്നാണ് അതിനെ അറിയിക്കുന്നത്. ഇപ്പോൾ സഹോദരങ്ങളെ, മുസ്ലിമീങ്ങൾക്കിടയിൽ, മുഅ്മിനീങ്ങൾക്കിടയിൽ, വിശ്വാസികൾക്കിടയിൽ എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പരസ്പരം പോരടിക്കുന്നത്, വെറുപ്പും വിദ്വേഷവുമായി കഴിയുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ചെറിയ ചെറിയ ഭൗതികമായ കാര്യത്തിനു വേണ്ടി. ഇനി ദീനിൻ്റെ പേരിലാണ് എന്നതിൻ്റെ പേരിൽ യഥാർത്ഥത്തിൽ ദീനിലില്ലാത്ത ചില പ്രശ്നങ്ങൾ അവർ സ്വന്തം ഉണ്ടാക്കിയതായിരിക്കും. എന്നിട്ട് അതിൻ്റെ പേരിൽ വെറുപ്പും വിദ്വേഷവും ഉണ്ടാക്കുക എന്നത് ധാരാളം നമുക്ക് കാണാം. ആളുകൾ പലതിൻ്റെയും പേരിലാണ് വെറുപ്പുണ്ടാവുന്നത്. അവനവൻ്റെ അഭിപ്രായത്തോട് യോജിച്ചില്ല എന്നതിൻ്റെ പേരിൽ, അവനവൻ്റെ സംഘത്തിൽ ചേർന്നില്ല എന്നതിൻ്റെ പേരിൽ, അവനവൻ്റെ കൂടെ കൂടിയില്ല എന്നതിൻ്റെ പേരിൽ, പല രൂപത്തിൽ. അതുകൊണ്ടിത് വൻപാപങ്ങളിൽപ്പെട്ടതാണ്. അള്ളാഹുവിലും അവൻ്റെ ദീനിലും വിശ്വാസമുള്ള മുഅ്മിനായ ഒരു മനുഷ്യനോട് വെറുപ്പും വിദ്വേഷവും വെച്ച് നടക്കുക എന്ന് പറഞ്ഞാൽ വളരെ ഗുരുതരമായ അപകടമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത്തരം എല്ലാ തിന്മകളിൽ നിന്നും നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അഹ്ലുസുന്ന വൽ ജമാഅ എന്ന ആ പേരിൽ തന്നെയുണ്ടെന്ത്? സുന്നത്തിൻ്റെ ആളുകൾ, ഐക്യത്തിൻ്റെ ആളുകൾ. മുഅ്മിൻ ഇണക്കത്തിൻ്റെ ആളാണ്. എന്നാൽ അഹ്ലുൽ ബിദ്അ, ബിദ്അത്തിൻ്റെ ആളുകൾ, അവരെക്കുറിച്ച് പറഞ്ഞാൽ എന്താണ്? അഹ്ലുൽ ബിദ്അത്തി വൽ ഫുർഖ. ബിദ്അത്തിൻ്റെ ആളുകൾ യഥാർത്ഥത്തിൽ ഭിന്നിപ്പിൻ്റെ ആളുകളാണ്. ഈ പറഞ്ഞ മുസ്ലിമീങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാവാനുള്ള കാരണം ദീനിലില്ലാത്തത് കടത്തിക്കൊണ്ടുവരിക, അള്ളാഹുവിൻ്റെ കിതാബിലേക്ക്, സുന്നത്തിലേക്ക് മടങ്ങാതിരിക്കുക എന്നതൊക്കെ അതിൻ്റെ ഭാഗമാണ്. അള്ളാഹു റബ്ബുൽ ആലമീൻ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല മരണം വരെ അവൻ്റെ ദീനിൽ നമ്മെ ഉറപ്പിച്ചു നിർത്തുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ ദീൻ പഠിക്കാനും അത് പ്രാവർത്തികമാക്കാനും അള്ളാഹു പറയുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങളെയും സഹായിക്കുമാറാവട്ടെ. വല്ലാഹു തആല അഅ്ലാ വ അഅ്ലം. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിനാ മുഹമ്മദ്.
وعلى آله وأصحابه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. والسلام عليكم ورحمة الله وبركاته.